ഇന്ന് സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. എന്താ വെച്ചാൽ നമ്മുടെ മീനുക്കുട്ടന് ഒരു അവാർഡ്. അത് വെറും അവാർഡൊന്നുമല്ല, നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞാൽ ഏറ്റവും അധികം എല്ലാവരും കാണുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അവാർഡാണ്. ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ്. 2025 അഭിനയ മികവിന്റെ സ്പെഷ്യൽ ജൂറി പുരസ്കാരമാണ് നമ്മുടെ മീനുകുട്ടർ കേട്ടിരിക്കുന്നത്. പ്രൈവറ്റ് എന്നുള്ള സിനിമയാണ്. ഞാനിത് കണ്ടതിനെ പറ്റി ഞാൻ പറഞ്ഞത് ഇന്ദ്രൻസ് ചേട്ടനും മീനുകുട്ടിയും കൂടെ. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു അംഗീകാരം ഇതിന് കിട്ടും എന്ന്. അന്ന് എന്നോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഞാൻ ഞെട്ടിപ്പോ. എന്നോട് നമ്മുടെ ശ്രീയക്കുട്ടിയുടെ അച്ഛനാ വന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ ചുമ്മാ പറ്റിക്കാതൊന്ന് പോയെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഫോണിലെടുത്ത് കാണിച്ചു തന്നു. അങ്ങനെ ഞാനും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അറിയുന്നത്. പക്ഷെ വേറെ ഏതൊരു ഫിലിമിന് ക്രിട്ടിക്സ് അവാർഡോ മറ്റേത് അവാർഡോ കിട്ടിയിരുന്നെങ്കിലും എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടാവില്ല. പ്രൈവറ്റിന് കിട്ടിയോണ്ട് എനിക്ക് ഇരട്ടി സന്തോഷമാണ്. കാരണം എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെ ഷൂട്ട് ചെയ്ത് നമ്മള്. അപ്പൊ അത് അത്രയും ഇത് കൊറേ നാളുകളുണ്ടായിരുന്നു. കൊറേ നാളുകൾ ഇത് കാണുമ്പോ ഏതോ ഒരു ഉള്ളിലാണ്. ഡയറക്ടർ ദീപക് ഡിയോൺ. ദീപക്കേട്ടനുള്ളതാണ് അവാർഡ്. ദീപക്കേട്ടന്റെ ഫസ്റ്റ് മൂവിയാണ്. ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടുന്ന അവാർഡിനാണ് കൂടുതൽ. അങ്ങനെയാണ് അവാർഡ് കിട്ടേണ്ടത്, അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് കിട്ടേണ്ടത്. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസിൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആ മോമെന്റ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? അപ്പൊ ഈ മോമെന്റ് എന്റെ മകളുടെ ഈ ഒരു സന്തോഷത്തിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റുന്നത് നമ്മുടെ ഭാഗ്യല്ലേ. നാളെ ബിരിയാണിയും പിന്നെന്താ ഉണ്ണിയങ്ങൾ എനിക്കാ വാങ്ങി തരണ്ടേ. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. എന്റെ എല്ലാ ഹാപ്പി മൊമെന്റ്സിലും ഞാൻ ടോപ്പ് സിംഗറിലായിരിക്കും. അതെല്ലാ പ്രാവശ്യവും അങ്ങനെയാ. അപ്പൊ ഇപ്രാവശ്യവും അത് നമ്മൾ ഒന്നിച്ചായതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദീപക്കേട്ടനുള്ള അവാർഡാണിത്. കാരണം ഈ സിനിമ കഴിഞ്ഞ സമയത്ത് ഞങ്ങളെ ഇത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. പറയാൻ ഒരുപാട് സമയം വേണം, അതുകൊണ്ട് ചുരുക്കി പറഞ്ഞതാണ്. ദീപക്കേട്ടന്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ ഞങ്ങള് തമ്മിൽ ചേരേ ഇല്ലായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്തത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് ദീപക്കേട്ടൻ കാരനാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ അത് നല്ലതായപ്പോ എനിക്കത് മാറ്റി പറയാൻ ഒരു താല്പര്യമില്ല. ഇത് ദീപക്കേട്ടനുള്ള അവാർഡ് തന്നെയാണ്. ഇതിന് എനിക്ക് ഇനി എന്ത് അംഗീകാരം കിട്ടിയാലും അതൊക്കെ ദീപക്കേട്ടനുള്ളതാണ്. കാരണം എന്നെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ്, എനിക്ക് വന്ന കാര്യങ്ങളല്ലാതെ. ബാക്കി എല്ലാത്തിലും നമ്മൾ റിയാക്ട് ചെയ്യുന്ന, പക്ഷെ ഇതെന്നെ കൊണ്ട് ദീപക്കേട്ടൻ പറഞ്ഞ് ഇന്നത് തന്നെ വേണം എന്ന് നിർബന്ധം പിടിച്ച് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് ഈ അവാർഡിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മീനുകുട്ടിയെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്റെ അച്ഛൻ ഇത് എപ്പോഴും പറയും. ക്യാരക്ടർ ഉണ്ട്, അങ്ങനെ ആകുമ്പോഴാണ് ആക്ടർ ആവുന്നത്. ടോപ്പ് സിംഗറിൽ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ടോപ്പ് ബാൻഡ് നമുക്ക് എല്ലാവർക്കും നമുക്ക് എണിച്ചു തന്ന ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ. അയ്യോ ഞാനിരിക്കൂടെ. സന്തോഷം. എനിക്കെന്തോ ആവുന്നേ. താങ്ക് യു. So here is wishing you many more awards. Congratulations. Thank you so much. ഇനി ഒരു സ്റ്റേറ്റ് അവാർഡ് വരട്ടെ. ഇനി പ്രൈവറ്റ് ആയിട്ട് വേറൊരു കാര്യം പറഞ്ഞു. അടുത്ത പാട്ടിലേക്ക് പോട്ടെ. അതെ, വളരെ പബ്ലിക് ആയിട്ട് നമുക്ക് കേൾക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. ഇനി ഒന്നും പ്രൈവറ്റ് വേണ്ട, പബ്ലിക് ആയിട്ട് കേൾക്കാം പാട്ട്. നമ്മുടെ ദുർഗക്കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ദുർഗക്കുട്ടി ഓൺ സ്റ്റേജ്. ഫാമിലി റൗണ്ട് ആട്ടോ ദുർഗക്കുട്ടിയുടെ, അതാ ഇത്ര സുന്ദരിയാവാൻ കാരണം. അയ്യോ നല്ല ഭംഗിയുണ്ട്. അയ്യോ ദുർഗക്കുട്ടീനെ ട്രഡീഷണൽ അറ്റയർസിൽ പൊതുവെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിട്ട് കേട്ടോ. മിടുക്കി, സുന്ദരിയായിട്ടുണ്ട്, നല്ല കോമ്പിനേഷൻ. ധാരം മേടിച്ച നീ ഉടുപ്പ് ഇത് ഇവിടുന്ന് ആണോ? അയ്യോ പക്ഷെ നല്ല ഭംഗി, നല്ല കോമ്പിനേഷൻ. അതെ അതെ അതെ. ദുർഗക്കുട്ടി എന്തോ എത്ര പേര് വന്നിട്ടുണ്ട് ഇന്ന് ഫാമിലി റൗണ്ട് പെർഫോം ചെയ്യാൻ? 15 പേരുണ്ടോ? കൊറേ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടോ? കൊറേ കസിൻസ് ഒക്കെ ഉണ്ട്. ബസ്സിലാണോ വന്നേ? മിനി ബസ്സിൽ എല്ലാരും കൂടെ വന്നു. ഭയങ്കര സന്തോഷമുണ്ടല്ലോ ഇന്ന്. അതാണ് ഫാമിലി എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ സ്റ്റേജിൽ നമ്മുടെ ഫാമിലി ഉണ്ടാവുമ്പോ പാടാൻ വേണ്ടി ഭയങ്കര ധൈര്യമായിരിക്കും ഇല്ലേ ദുർഗക്കുട്ടി? ഫീൽ ചെയ്യുന്നില്ല ആ ധൈര്യം? ഇങ്ങനെ ഞാൻ പാടാൻ പോവാണ്, ഇന്ന് മുട്ടായി മഴ ഞാൻ പെയ്യിക്കും ഇല്ലേ, തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. യെസ്. ഏതാണ് ആ പാട്ട്? ഇന്ദ്രനീലം ചൂടി അഗ്രഹാരം തേടി. ചിത്ര ചേച്ചിയുടെ പാട്ട് അല്ലേ? പോരട്ടെ, ബാക്കി ഡീറ്റെയിൽസ്. ലിറിക്സ് യൂസഫ് അലി കേച്ചേരി സാർ, മ്യൂസിക് മോഹൻ സിത്താര സാർ, ഇയർ 2000, മൂവി വർണ്ണക്കാഴ്ചകൾ. യെസ്. ദുർഗു, എന്തോ ഇവിടെ ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോഴേ ഏറ്റവും അധികം ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് ദുർഗു ആഗ്രഹിച്ച ആരെയാ ഫാമിലി റൗണ്ട് വരുമ്പോ? എന്റെ ഫ്രണ്ട്സിന്. അവരുണ്ടോ?
ആ ഉണ്ട്. ആ. വരുന്നുണ്ട്. എല്ലാരും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. രണ്ടുപേരെ വന്നിട്ടുള്ളൂ. ആ ചങ്കാണാ ചങ്ക ആണോ? അവര് പാടുവോ? പാടത്തില്ല, രണ്ടുപേരും ഡാൻസ് കളിക്കും. അവര് ഡാൻസ് ചെയ്യും. പാടുവോ? ഇല്ലായിരിക്കും. അപ്പൊ പാടിയട്ടെ. കേക്കാം അല്ലേ? ആ, യെസ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇന്ദ്രനീലം ചൂടി അഗ്രഹാരം തേടി പുഷ്യരാഗതേരിൽ വന്നു നവരാത്രി. ഇന്ന് പൂമ്പരാഗം ചാത്തി നിന്നു ശുഭരാത്രി. നീം തകിടതും തിരല്ലാന തജം തകിടതും താ. നീം തകിടതും തിരല്ലാന തജം തകിടതും താ. ഇന്ദ്രനീലം ചൂടി അഗ്രഹാരം തേടി പുഷ്യരാഗതേരിൽ വന്നു നവരാത്രി. ഇന്ന് പൂമ്പരാഗം ചാർത്തി നിന്നു ശുഭരാത്രി. പുഞ്ചിരിക്കും രാത്രി ചിത്രവീണ മീട്ടിയോമൽ ചിന്തു പാടാൻ വാ. പൂനില പൊന്നാട ചുറ്റി പുഞ്ചിരിക്കും രാത്രി ചിത്രവീണ മീട്ടിയോമൽ ചിന്തു പാടാൻ വാ. പൊന്നിൻ ചീലങ്ക കൊഞ്ചി മാധു തോളുമ്പി നെഞ്ചിൽ വാനം മലരണിഞ്ഞു പ്രേമം കുളിർ ചൊരിഞ്ഞു. വാനം മലരണിഞ്ഞു പ്രേമം കുളിർ ചൊരിഞ്ഞു. ഇന്ദ്രനീലം ചൂടി അഗ്രഹാരം തേടി പുഷ്യരാഗതേരിൽ വന്നു നവരാത്രി. ഇന്ന് പൂമ്പരാഗം ചാർത്തി നിന്നു ശുഭരാത്രി. രിഗ 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 സരി 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 രിഗ ഗമ മപ പപ്പദ 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 പസ. നീ വിളക്കിൻ നാളമായി നിൻ മന്ദഹാസങ്ങൾ പാൽക്കടലിൽ നീന്തിയെത്തും രാജഹംസങ്ങൾ. നീ വിളക്കിൻ നാളമായി നിൻ മന്ദഹാസങ്ങൾ പാൽക്കടലിൽ നീന്തിയെത്തും രാജഹംസങ്ങൾ. നെഞ്ചിൽ മാഞ്ഞു പോയല്ലോ പ്രേമപരിഭവങ്ങൾ. സ്നേഹം വിളക്കെടുത്തു മോഹം തിരികൊളുത്തി. സ്നേഹം വിളക്കെടുത്തു മോഹം തിരികൊളുത്തി. ഇന്ദ്രനീലം ചൂടി അഗ്രഹാരം തേടി പുഷ്യരാഗതേരിൽ വന്നു നവരാത്രി. ഇന്ന് പൂമ്പരാഗം ചാർത്തി നിന്നു ശുഭരാത്രി. ഇന്ദ്രനീലം ചൂടി അഗ്രഹാരം തേടി പുഷ്യരാഗതേരിൽ വന്നു നവരാത്രി. ഇന്ന് പൂമ്പരാഗം ചാർത്തി നിന്നു ശുഭരാത്രി. നീ തകിടതും തില്ലാന തജം തകിടതും താ. 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 ദുർഗക്കുട്ടി എന്തോ? നല്ല അസലായി പാടിയല്ലോ ഇന്ന്. താങ്ക് യു. ഇന്ന് എല്ലാരും കൂടെ ഉള്ളതിന്റെ ധൈര്യമാണോ കണ്ടത്? ഉണ്ട്. പരിചയപ്പെടുത്തിയോ എല്ലാരും?
ദുർഗയുടെ അമ്മൂമ്മയാണ്, ഗംഗ എന്നാണ് പേര്. ഗംഗ. ആഹാ. യെസ്. എന്റെ പേര് നിവേദിത, ഞാൻ ദുർഗന്റെ കസിനാ. കസിൻസ്. ഓക്കെ. എന്റെ പേര് ശ്രീനന്ദ, ഞാൻ ദുർഗയുടെ ഫ്രണ്ടാ. ആ. എന്റെ പേര് ആരാധ്യ, ഞാൻ ദുർഗയുടെ ഫ്രണ്ടാ. അവരെ രണ്ടുപേരെയാണ് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. അതാണ് ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അല്ലേ ദുർഗക്കുട്ടിയുടെ? പറഞ്ഞോ പേര്. എന്റെ പേര് നന്ദ. എന്താ ഞാൻ ഗൗരി ചേച്ചിയുടെ അപ്പച്ചിയുടെ മോള. ഓത്തോ. ഗൗരി ചേച്ചിയുടെ അപ്പച്ചിയുടെ മോള്. കുഞ്ഞിന്റെ പേര് ദർശ്. ദുർഗ ചേച്ചിയുടെ അനിയൻ. അണിയൻ. അനിയനാണ്. അണിയനാണ്. അനിയനാണ്. എന്റെ പേര് നേഹ, ഞാൻ ദുർഗയുടെ കസിനാണ്. ഓക്കെ. എന്റെ പേര് ആരാധ്യ, ഞാൻ ദുർഗേന്റെ കസിനാണ്. ആഹാ. എൻ്റെ പേര് ഉഷ, ഞാൻ ദുർഗയുടെ അച്ഛൻ്റെ അമ്മയാണ്. ആ. എൻ്റെ പേര് ജഗദീശൻ, ദുർഗയുടെ ബന്ധുവാണ്, കോഴിക്കോട്. എൻ്റെ പേര് കൃഷ്ണൻ നായർ, ഞാൻ ദുർഗയുടെ അപ്പൂപ്പനാണ്. ആഹാ. എന്തായാലും കിഡിലൻ ഫാമിലി, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് കേട്ടോ. എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു. ഡാൻസ് കളിച്ച ടീംസ് കൈവൊക്കെ എത്ര പേരുണ്ടായിരുന്നു? അമ്മയുണ്ടായിരുന്നു. അതെ, അമ്മയുടെ ഡാൻസ് മാത്രല്ല, അച്ഛന്റെ അമ്മയുടെയും പ്രണയവും റൊമാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. ആ സൈഡിൽ പോയി നിന്ന് പ്രേമിച്ചിട്ടാണ്. അതാണ് കഥ. കഴിഞ്ഞ പ്രാവശ്യം ആ കഥ മുഴുമിപ്പിച്ചില്ലല്ലോ. ആ കഥ എവിടെ വരെ എത്തി ഇപ്പം? ഇല്ല, അപ്പൊ തന്നെ യെസ് പറഞ്ഞു. അതായിരുന്നു അത്ര അത് പക്ഷെ എന്തോ ഒരു കുറവ് മിസ്സിംഗ് ഉണ്ടായിരുന്നു. എന്തോ നാണായിട്ട് ഇപ്പൊ ഇവിടെ വീഴും ചേച്ചി. കൂടുതൽ എന്തെങ്കിലും പൂരിപ്പിക്കാറുണ്ടോ? ഞാൻ കണ്ടില്ല. അയ്യോടാ, ഞാൻ കണ്ടില്ല. പറഞ്ഞു കേട്ടില്ലേ? അച്ഛനമ്മയൊന്നും പറഞ്ഞു കേട്ടില്ലേ? ഇല്ല. അവരെങ്ങനെയാണ് പ്രണയിച്ചത്, എങ്ങനെയാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ? ശരിക്കുള്ള ലവ് സ്റ്റോറി അറിയായിരുന്നോ? ലവ് സ്റ്റോറിയോ? അയ്യോ, അവര് നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നോന്ന്? അതും അറിയില്ലായിരുന്നോ ദുർഗക്കുട്ടിക്ക്? അയ്യോ, അറേഞ്ച് ആണ്. അറേഞ്ച്ഡ് ആണ്. അറേഞ്ച്ഡ് ആണ്. അപ്പൊ ശരിക്കും ലവ് സ്റ്റോറി ഇല്ലായിരുന്നു. ശരിക്കും ലവ് സ്റ്റോറി ഇവിടെ മാത്രമല്ല ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു. അല്ല, എൻഗേജ്മെന്റിന് ശേഷം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഓർത്തത്. എൻഗേജ്മെന്റിന് ശേഷം പ്രണയമായിരുന്നു. അല്ല, അമ്മയ്ക്ക് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിയാം. എല്ലാ ദിവസവും വൈകുന്നേരം ആഹാരം കഴിക്കാൻ വിളിക്കുന്ന സമയത്തും ആള് ഫോണിലായിരിക്കും. അമ്മൂമ്മ പ്രണയിച്ച് കല്യാണം കഴിച്ചാണോ? അല്ലേ? അല്ല. അയ്യോ, അത് പറഞ്ഞ അയ്യോ അല്ലേ, അത് മോശമായിട്ടുള്ള കാര്യമാണോ? അല്ല, അതിനുള്ള സമയം വീട്ടുകാർ തന്നില്ല. യെസ്. അപ്പൊ എന്തായാലും കൊള്ളാം. നല്ല അടിപൊളിയായിട്ട് പാടി ദുർഗക്കുട്ടി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ആ ശബ്ദത്തിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇറ്റ്സ് ഓൾസോ ബ്യൂട്ടിഫുൾ സോങ്. നല്ല കിടിലൻ സെലക്ഷൻ കേട്ടോ. പിന്നെ ആ ഇടയിൽ ഒരു സ്വരം പാടിയല്ലോ, എന്തായിരുന്നു അത്? അനുപല്ലവിക്ക് മുന്നേ നീ 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 സാ സരി ഗരി പാ പനി നീ 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 സാ സഗ പനി പഗരി പാ സഗ പനി പഗരി പാ സഗ പനി പഗരി പാ. യെസ്, മിടുക്കി. അപ്പൊ അതിന്റെ സ്വരത്തിന്റെ എനിക്ക് തോന്നുന്നു അവിടെ ടച്ച് ചെയ്തില്ലായിരുന്നു നേരത്തെ പാടിയപ്പോ. അതുപോലെ മറ്റേ ചരണത്തിന് മുന്നേ ഒരു സ്വരം ഉണ്ടായിരുന്നില്ലേ? അതും ഇതിനേക്കാളും കുറച്ച് ബെറ്റർ ആയിരുന്നു ആ സ്വരം കേട്ടോ. നന്നായി പാടി. എനിക്ക് പിന്നെ ഒരു സംശയം തോന്നിയത്, ഒരു കുറച്ചും കൂടെ ഹൈ പാടാൻ പറ്റില്ലേ ദുർഗക്കുട്ടിക്ക്? നമുക്കൊന്ന് എഫ് ഷാർപ്പ് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ദ്രനീലം ചൂടി അഗ്രഹാരം തേടി പുഷ്യരാഗതേരിൽ വന്നു നവരാത്രി. ഇന്ന് പൂമ്പരാഗം ചാർത്തി നിന്നു ശുഭരാത്രി. ഇന്ദ്രനീലം ചൂടി അഗ്രഹാരം തേടി പുഷ്യരാഗതേരിൽ വന്നു നവരാത്രി. ഇന്ന് പൂമ്പരാഗം ചാർത്തി നിന്നു ശുഭരാത്രി. ആ ഹൈ വരുന്ന പോർഷന് പൊന്നിൻ ചീലങ്ക കുഞ്ചി കിട്ടില്ലേ? അത് പൊന്നിൻ ചീലങ്ക കുഞ്ചി മാധു തോളുമ്പി നെഞ്ചിൽ വാനം മാലരണിഞ്ഞു പ്രേമം കുളിർ ചൊരിഞ്ഞു. വാനം മാലരണിഞ്ഞു പ്രേമം കുളിർ ചൊരിഞ്ഞു. ആഹാ, ഈസിലി ദുർഗക്കുട്ടി
ഒരു ഹാഫ് സ്കെയിൽ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ട് എന്താ പറയാ ആ ശബ്ദം നല്ല രസത്തിൽ കിട്ടിയേനെന്ന് തോന്നി കേട്ടോ. ചരണം ലാസ്റ്റ് ലൈനൊക്കെ ഭയങ്കര രസമുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട് അപ്പോഴും കേൾക്കാൻ നന്നായി വേണ്ടി. പാടിയിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയി. യെസ്. അപ്പൊ ദുർഗക്കുട്ടി, എന്തോ എല്ലാവരുടെയും അപ്പിയറൻസ്, കോസ്റ്റ്യൂം, ഡാൻസ് എല്ലാം നല്ല രസമായിരുന്നു. കുട്ടികളുടെ ഒക്കെ എൻട്രി ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് കേട്ടോ. എല്ലാവർക്കും ഒരു കിടിലൻ കയ്യടി കൊടുക്കാണ്. യെസ്. അപ്പൊ താങ്ക് യു സോ മച്ച്. മിടുക്കിയായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. കസിൻസ് ആൻഡ് ഫ്രണ്ട്സ്, മക്കൾസ്, കലകി നന്നായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചേ. നോക്കി കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതൊരു വലിയ സപ്പോർട്ടല്ലേ നമ്മുടെ ദുർഗുവിന്. ദാറ്റ് വാസ് വണ്ടർഫുൾ. പിന്നെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും എല്ലാവരും വന്നിട്ടുണ്ട്. അതും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് എന്താ വെച്ചാൽ ദുർഗുവിൻ്റെ അടുത്ത് കുറച്ച് സീക്രട്ട് ഒക്കെ പറയാനുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് അത് പറയാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് ഇരുന്നേട്ടെ. ദുർഗു എന്തോ ദുർഗു എപ്പോഴും പാടുമ്പോഴേ എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ്? വോയിസ് എഫേർട്ട്ലെസ് ആണ്. അനാവശ്യമായിട്ടുള്ള ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതില്ല, ബോഡി ലാംഗ്വേജ് ഇല്ല. വളരെ സിമ്പിളായിട്ട് നിന്ന് പാടും. അത് എഫേർട്ട്ലെസ് ആണ്. അത് നന്നായിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് പല്ലവിൽ എനിക്ക് തോന്നിയത് ഒരു ശ്രുതി ചേരാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയോ ഈ ഒരു ആംബിയൻസിൽ? ഫാമിലി എല്ലാവരും വരുമ്പോഴത്തേക്കും നമുക്ക് മ്യൂസിക്കലി കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയോ? പെട്ടെന്ന് തുടങ്ങിയതിന്റെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെറുതായിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് ചെയ്തപ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ഈ ശ്രുതി കറക്റ്റായിട്ട് ചേരാനായിട്ട് അതൊരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ശ്രുതിയിലോട്ട് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ഒരു സെക്കൻഡ് വേണ്ടേ? അപ്പൊ അത് കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും അത് സാധാരണ ഇപ്പൊ ഫാമിലി റൗണ്ട് വരുമ്പോഴത്തേക്കും അതിവിടെ സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് ഓടിയൊക്കെ ചില ആൾക്കാർ വന്ന് 4 ബാസ് കഴിഞ്ഞിട്ട് പാടണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്കത് ചെറുതായിട്ട് ശ്രുതി കയ്യിൽ നിന്നൊക്കെ പോകും. അത് സാരില്ല. പക്ഷെ ആ ഫസ്റ്റ് പല്ലവി അതുകൊണ്ട് നമുക്കൊരു ഗ്രൗണ്ടഡ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ചാർത്തി അത് സാ പോലെ കേട്ടു, സാർത്തി എന്ന് കേട്ടു, ചാർത്തി. അപ്പൊ അത് ഇന്ന് പൂമ്പരാഗം ചാർത്തി അതൊന്ന് പഠിക്കേ. പുഷ്യരാഗം ചാർത്തി നിന്നു, ഇപ്പോഴും ചാർത്തി നിന്നു ശുഭ പുഷ്യരാഗം പുഷ്യരാഗം ചാർത്തി നിന്നു ശുഭരാത്രി. അതാണ് കേട്ടോ, അത് ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ലൈനുകൾ ഏതൊക്കെയാണ്? എന്താ, അനുപല്ലവിയിലെയും ചരണത്തിലെയും. പൊന്നിൻ ചീലങ്ക കൊഞ്ചി മാധു തുളുമ്പി നെഞ്ചിൽ വാനം മലരണിഞ്ഞു പ്രേമം കുളിർ ചൊരിഞ്ഞു വാനം മലരണിഞ്ഞു പ്രേമം കുളിർ ചൊരിഞ്ഞു. ആഹാ, വാനം മലരണിഞ്ഞു എന്ന് പാടിയില്ലേ? സഭാഷർ, സൂപ്പർ. സ്നേഹം വിളക്കെടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പാട്ടിന്റെ വിളക്കെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നു. അത് ഉഗ്രനായിട്ടോ കേട്ടോ. അപ്പൊ അത് പിന്നെ കൊളുത്തുകയും ചെയ്തു. അപ്പൊ എല്ലാം കൂടെ മൊത്തം പാട്ടങ്ങ് കൊളുത്തി അവിടെ. ആ 2 ഭാഗങ്ങളിൽ അത് സൂപ്പറായിരുന്നു. അപ്പോൾ ഈ ശ്രുതിയുടെ കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് എന്താണ് നമ്മുടെ താക്കോൽ? ഒരു പാട്ടിന് നമുക്ക് വേണ്ട താക്കോൽ ഏതാണ്? വാട്ട് ഈസ് ദ കീ? കൺസിസ്റ്റൻസിയാണ്. ഫുൾ പാട്ടില് നമ്മൾ ഇങ്ങനെ ജംന്ന് നിൽക്കണം, അതല്ലേ? അപ്പൊ ശ്രുതി താളം എന്നൊക്കെ ഉള്ള ബേസിക് ആണ്. ഞാൻ 1-2 പ്രാവശ്യം ഞാൻ പല കണ്ടസ്റ്റൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രുതി താളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരണം. ദുർഗുവിനത് പറ്റും ഷുവറായിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഹായ് ദുർഗക്കുട്ടി. ദുർഗക്കുട്ടി, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ഒരു കളർഫുൾ സ്പെക്ടാക്കുലർ പെർഫോമൻസ് ആയിരുന്നു. കുറെ ആക്ടിവിറ്റീസ് അവിടെ പിന്നെ നടക്കുന്നുണ്ട്. ദുർഗക്കുട്ടി ഇങ്ങോട്ട് എന്തിനാ പോയത്? അത് അമ്മ ഇങ്ങനെ അടിക്കാൻ വേണ്ടി. എന്താ എന്തിനാ അമ്മേനെ അടിക്കുന്നത്? അമ്മ അച്ഛനോടെ കഥ പറഞ്ഞോണ്ട് അപ്പൊ അതില് തിരിച്ചു വന്നപ്പോഴേക്കും ഒന്ന് സെറ്റ് ആവാൻ ടൈം എടുത്തു. പക്ഷെ അതിനുശേഷം ആ ചരണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചരണത്തിന്റെ ഒക്കെ കൺക്ലൂഷൻ, ഫിനിഷിംഗ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയി പാടി മോള്. ആര്യ പറഞ്ഞ കറക്റ്റാണ്. ഒരു സെമി ടോൺ കയറ്റിയിരുന്നു വെച്ചാല്
കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയേനെ. ഓക്കെ സാർ. പക്ഷേ എനിക്ക് ഓവറോൾ വളരെ ഇഷ്ടപ്പെട്ടു. വളരെ പ്ലസന്റ് ആയിരുന്നു, കോൺഫിഡന്റ് ആയിരുന്നു റെൻഡിഷൻ. താങ്ക് യു സാർ. ഓക്കെ. ആൻഡ് അതിലിടയ്ക്ക് കോറസ് ഉണ്ടായിരുന്നു അല്ലേ അതില്? കുറച്ചുണ്ട്. അപ്പൊ അവരുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ അല്ലേ, അതൊക്കെ നന്നായിരുന്നു മോളെ. താങ്ക് യു സാർ. എപ്പോഴും ദുർഗക്കുട്ടി എപ്പോഴും വളരെ പ്ലസന്റ് ആയിട്ട് സ്റ്റേജിൽ പാടും. അത് ഇന്നും ഉണ്ടായി. ബ്യൂട്ടിഫുൾ ഇറ്റ് വാസ്. ഗുഡ് ലക്ക്. താങ്ക് യു സാർ. അപ്പൊ ദുർഗുന ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 96.75 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. ദുർഗക്കുട്ട ഹാപ്പി അല്ലേ? ഹാപ്പി. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ. ആര്യ ചേച്ചി, ഓ ഒരു നല്ല മെലഡി സോങ് കേട്ടാലോ? റെഡി. മെലഡി സോങ് പാടാനായിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പ് സിംഗറിനൊക്കെ എനർജി തരുന്ന നമ്മുടെ വൈദ്യുതി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ദ്രുതിക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. ഉണ്ണിയങ്കിൾ വന്നിട്ടുണ്ട്. ഹായ്. 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 ഇന്ന് പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ടല്ലോ. സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഇന്ന് നോക്കിയില്ലേ? ലൈറ്റ് ഒന്നും നോക്കുന്ന കണ്ടില്ലല്ലോ ഇന്ന്. അതൊക്കെ മടുത്തു നോക്ക്, ഇപ്പൊ കൊറേ ആയില്ലേ? അപ്പൊ, ആണോ? ആ. ഞാൻ മടുത്തു. മിണ്ടത്തില്ലാട്ടോ, അയ്യോ പിണക്കമാണ്. എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഹായ്. 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 ഇങ്ങനെ ചോദിച്ചാലേ മൈൻഡ് ചെയ്യുള്ളൂ. ചിലപ്പം. ചിലപ്പോ ചിലപ്പോ അങ്ങനെയാണ്. അത്രേ ഉള്ളൂ. ഇന്ന് ഭയങ്കര ഹെപ്പായുണ്ടല്ലോ അല്ലേ ആള്? അതെ അതെ. ആ, എന്തെങ്കിലും പുതിയ വിശേഷം ഉണ്ടോ? അതുകൊണ്ടാണോ? നാട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ? എന്താണ്? എന്റെ ടീച്ചർ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ടീച്ചർ വന്നിട്ടുണ്ട്. നേരത്തെ വന്നിട്ടുണ്ടല്ലോ ടീച്ചർ ഒരിക്കൽ അല്ലേ? ഹലോ ഹലോ, വളരെ സന്തോഷം. ആ, അപ്പൊ അതാണ് സന്തോഷത്തിന്റെ കൂടുതൽ അല്ലേ? ആ. ഏതാണ് പാട്ട്? കാക്കേ കാക്കേ കാക്കത്തമ്മ. ആ, ഓക്കെ. ബാക്കി ഡീറ്റെയിൽസ് പറയാമോ? ഫിലിം സാഫല്യം. ലിറിക്സ് കൈതപ്രം സാർ. മ്യൂസിക് ഡയറക്ടർ MG രാധാകൃഷ്ണൻ സാർ. പാടിയത് KS ചിത്രമ്മ. വർഷം 1999. യെസ്. അൻകുട്ടി, അപ്പൊ നമ്മുടെ ടീച്ചറും വന്നിട്ടുണ്ട്. അപ്പൊ സൂപ്പർ ആക്കണേ. ടീച്ചറുടെ പേര് അമ്കുട്ടി പറ. എന്താ ടീച്ചർ പേര്? ദീപ. ദീപ ആണോ? ദീപ ടീച്ചർ. ഓക്കെ ഓക്കെ ഓക്കെ. കൂടെ ഉള്ളത് മോളാണ് ദീപ ടീച്ചറുടെ. പേരെന്താ കുഞ്ഞിന്റെ? സംഘമിത്ര. ഓക്കെ. അപ്പൊ രണ്ടുപേരും ഒന്നിച്ച് വന്നിരിക്കാൻ സംഘമിത്ര എനിക്ക് ഓർമ്മയുണ്ട്. പിടിക്കാണ്. കേക്കാം അല്ലേ പാട്ട്? യെസ്, കേക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ദ്രുതിക്കുട്ടി. താങ്ക് യു.
അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ അമ്കുട്ടി ഉണ്ടല്ലോ, ഒരു കള്ളിക്കുട്ടിയാണേ. ആണോ? ആയിരിക്കും. ആയിരിക്കും ആയിരിക്കും ആ, അല്ലേ? ആയിരിക്കുമല്ല, ആണ്. എന്താ വെച്ചാ ഇങ്ങനെ നമ്മൾ സംസാരിക്കൂലേ, അപ്പൊ ഭയങ്കര സീരിയസ് ആണ്. ആയിരിക്കും, താങ്ക് യു എന്നൊക്കെ പറയും. പക്ഷെ പാഠം തുടങ്ങി കഴിഞ്ഞാൽ ആള് വേറെയാണ്, പ്രൊഫഷണൽ ആണ്. വേറെ ലെവൽ, അതുക്കും മേലെ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ പല്ലവി പാടിയില്ലേ, അതെങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ സൂപ്പർ. ആയിരുന്നു. ഇടയ്ക്ക് മറന്നുപോയാ? എന്തുപറ്റി? ആ സൂപ്പർ ആയിരുന്നു എന്ന് പറയുന്ന അതേ കോൺഫിഡൻസ് ആണ് മറന്നുപോയി. എല്ലാം കോൺഫിഡന്റ് ആയിട്ടാണ്. അതൊന്ന് പഠിപ്പിക്കാമോ? കണ്ണിനു കൺമണി വേണം, വീടിനൊരാൺ തരി വേണം, നീ വളരണം, ഓ മനമേ വളരണം. നീ ശ്രുതി ചേർക്കാൻ, നീ വളരണം, ഓ മനമേ വളരണം, കണ്ണിനു കൺമണി വേണം, കണ്ണിനു കൺമണി കണ്ണിനു കൺമണി വേണം, പഠിക്കോ? കണ്ണിനു കൺമണി വേണം, വീടിനൊരാൺ തരി വേണം, നീ വളരണം, ഓ മനമേ വളരണം, കണ്ണാരം പൊത്തി കടക്കാടം പൊത്തി കണ്ണാന്തുമ്പി വളര്, നാടിനു നാവോർക്കുരുന്നേ നിന്നുടെ നാവിൽ സരസ്വതി ഉണര്, എന്നിട്ട് ഉണ്ണിക്ക് കൈവള കാൽവള തീർക്കണം അമ്പിളി, ഉണ്ണിക്ക് കൈവള കാൽവള തീർക്കണം അമ്പിളിത്തട്ടാരെ, ഉണ്ണിക്ക് കൈവള കാൽവള തീർക്കണം അമ്പിളിത്തട്ടാരേ, അമ്പിളിത്തട്ടാരെ ശ്രുതി ആരണ്ടേ? അമ്പിളിത്തട്ടാരേ. ഇത്രയുള്ള എല്ലാം അറിയാം കുഞ്ഞിന്. സിമ്പിൾ. അവിടെ വെച്ച് കുറച്ച് മറന്നുപോയി അല്ലേ? സാരില്ല, ആയിരിക്കും. സാരില്ലായിരിക്കും. രണ്ടാം ചേർന്ന് അങ്ങനെ പാടി. അപ്പർ ഉണ്ടോ സംശയമാണ്. പക്ഷെ നന്നായിരുന്നു കേട്ടോ, അത് നന്നായിരുന്നു. അങ്കിൾ ഒത്തിരി ഇഷ്ടായി, അതുകൊണ്ടല്ലേ അടുത്തോടെ വിളിച്ചത്. എന്ത് രസമായിട്ട് പാടണേ. ഇത് എത്ര നേരം എടുത്ത് ഇത് കാണാൻ പഠിക്കാൻ? കുറച്ചെന്ന് പറഞ്ഞ ഒരു 5 മിനിറ്റ്. എത്രയാ നിങ്ങൾക്ക് അറിയോന്ന്? അമ്മ എത്ര നേരം ആയ? 2 ദിവസം. 2 days കൊണ്ട് പഠിച്ചു. അത് ചെറിയ കാര്യമില്ല. അങ്കിളിനൊക്കെ ആണെങ്കിൽ 15 ദിവസം വന്നാലും ഈ പാട്ട് പഠിക്കാൻ പറ്റൂല. അങ്കിൾ ഒരു ലിറിക്ക് ഓർമ്മയില്ല. വൈ ഇസ് അങ്കിൾ ലൈക്ക് ദിസ്? അങ്കിള് ബുദ്ധിയില്ല. പക്ഷെ മോള് കണ്ട അവള് സീരിയസ് ആയിട്ട് ആലോചിക്ക. പാവം എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ അവളുടെ മുഖം കണ്ടോ MJ ഞങ്ങളുടെ അടുത്ത്? കഷ്ടമായി പോയി എന്നൊക്കെ എന്റെ അടുത്ത് വന്ന് പഠിച്ചൂടെ? അതെ. അപ്പൊ ഇനി ലിറിക്ക് മറക്കല്ലേ കേട്ടോ, മറക്കല്ലേ. പക്ഷെ നമ്മളെല്ലാം മറന്നു പോകും. പക്ഷെ എന്നാലും സ്റ്റേജിൽ വരുമ്പോ ലിറിക്ക് മറക്കണ്ട കേട്ടോ. ഓക്കെ, ഇനി ക്യാപ്റ്റന്റെ അടുത്ത് പോവാം. വായോ. ഇന്ന് ക്യാപ്റ്റൻ സീറ്റില് ദ്യുതിക്കുട്ടിയാണ്. മീനൂട്ടാ, ഞാൻ എന്താ ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചേ. ഇവിടെ ഗുഡ്. ഇവിടെ എന്താ എഴുതിയത്? മനസ്സിലാവണല്ല. എന്തായാലും ഗുഡ് എന്ന് എഴുതിയ വായിച്ചല്ലോ. അപ്പം മൊത്തത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ദ്യുതിക്കുട്ടിയുടെ പാട്ട് കേട്ടോ. അതില് ഒരുപാട് ഭാഗങ്ങൾ നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്കതേ വരി മറന്നുപോയി. അത് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ചില ദിവസം നമ്മൾ മറന്നു അല്ലേ MJ സർ? ഇല്ലേ ഉണ്ണി സർ? നമ്മൾ ചില ദിവസം മറന്നു പോയില്ലേ? എത്ര പ്രാവശ്യം സ്റ്റേജിൽ നിന്ന് ഞാൻ മറന്നു പോയിരിക്കുന്നു. പക്ഷേ അവിടെ ദ്യുതിക്കുട്ടി ചെയ്തത് എന്താണെന്നറിയോ? ചരണത്തിന്ന് ഒരു വരി എടുത്ത് നൈസായിട്ട് അപ്പുറത്ത് പാടി. അതാണ് അതാണ് ഓൺ ദ മൊമെന്റ് ഓൺ സ്റ്റേജ് നമ്മൾ ചെയ്യുന്ന. സാധാരണ എല്ലാരും ചെയ്യണതാണ്. മിടുക്കി കേട്ടോ. അതിനൊരു വലിയൊരു കയ്യടി ഞാൻ കൊടുക്കുകയാണ്. കാരണം ഇൻ ദ മൊമെന്റ് ആണ് നമ്മൾ ആ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. ഒന്നും ആലോചിച്ചിട്ട് ബബ്ബ അയ്യോ എനിക്കറിയില്ലല്ലോ തെറ്റിപ്പോയി അങ്ങനെയല്ല. കിട്ടിയ വരി അത് പാടി മിടുകി. അതിനൊരു ഉഗ്രം കയ്യടി കേട്ടോ. നന്നായി പാടി. എനിക്ക് ആ പല്ലവിയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ആ പല്ലവി നല്ല രസത്തില് പാടിയിട്ടുണ്ടായിരുന്നു ഇത് കിട്ടി കേട്ടോ. മിടുക്കി. പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ.
ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്ന് വാലിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു ഡിഫറെന്റ് ലുക്കിലാണ് വന്നിട്ടില്ലല്ലേ? ഒരു പൊട്ട് കുത്തിയിട്ടുണ്ട്. അതെ, ഉണ്ണികളുടെ ചെല്ലു. ഉണ്ണികൾ നേരിട്ട് കണ്ടു. ഉണ്ണികൾ കുറച്ച് നേരെ വാലിട്ട കണ്ണിനെ പറ്റി പറയുന്നു. ആ മനുഷ്യനാണ് ഉണ്ണിയങ്കിൾ. ഈ മനുഷ്യനാണോ? ഈ മനുഷ്യനാണോ ഉണ്ണിയങ്കിൾ? മീനുട്ടി, എന്തോ ഈ ദ്യുതിക്കുട്ടി ഉണ്ടല്ലോ, ഒരു ഹൈലി പ്രൊഫഷണൽ സിംഗറാണ്. എനിക്ക് അങ്ങനെ മനസ്സിലാക്കിയില്ല. അല്ലേ മോളെ? ആയിരിക്കാം. ഒരു പാട്ട് കൊടുത്തു കഴിഞ്ഞാല് റെക്കോർഡിംഗ് ക്വാളിറ്റിയിലാണ് അടിക്കുന്നത് അല്ലേ കുട്ടൻ? നമുക്കൊരു എവിടെയെങ്കിലും ഒരു ഫ്ലോ കണ്ടെത്താൻ പറ്റുമോ? ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് പെർഫെക്ഷനോട് കൂടിയിട്ടാണ് അടിക്കുന്നത്. യു ആർ അമേസിങ്, യു ആർ അമേസിങ്. ശരിക്കും ഇതൊരു അത്ഭുത ശിശു തന്നെ പറയാം അല്ലേ? മോൾക്കൊരു ഭയങ്കര ഫ്യൂച്ചർ ഉണ്ട്, ഒരു ബ്രില്യൻ ഫ്യൂച്ചർ ആസ് എ സിംഗർ. ഓൾ ദി ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ലക്ക്. ഗംഭീരമായിട്ട് പാടാൻ പറ്റട്ടെ. നമ്മുടെ ഇവിടുത്തെ എല്ലാ സിംഗേഴ്സിനും നല്ല ടഫ് കോമ്പറ്റീഷൻ കൊടുക്കണം കേട്ടോ. ഓക്കെ, ഗുഡ് ലക്ക്. അമേസിംഗ് കുഞ്ഞ് വരെ ഇങ്ങോട്ട്. അമേസിംഗ് അമേസിംഗ് ശിശു. കണ്ണന്റെ കൂട്ടിനുവാ എത്ര മാർക്ക് കിട്ടും എന്നറിയോ? ഇല്ല, ഏകദേശം ഒരു ഗസ് 97. നോക്കാം. ഓക്കെ, ക്യാപ്റ്റനാണ് തീരുമാനിക്കുന്നത്. എനിക്ക് അറിഞ്ഞോളൂ ക്യാപ്റ്റൻ. ഞാൻ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. ആ ഞാൻ ഇവിടെ എന്റെ ടീംമേറ്റ്സുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇന്ന് ദ്യുതിക്കുട്ടിക്ക് കൊടുക്കുന്ന മാർക്ക് 97 ഔട്ട് ഓഫ് 100. ഇവിടെ വന്നിരുന്നല്ലോ പകർന്നു കിട്ടിയത്. അതെ, മനസ്സിലായി ഇങ്ങനെ. അതെ, ഇത് തന്നെ മാർക്ക്. അയ്യോ, ഭയങ്കര ഗുഡ് ഗേൾ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഒത്തിരി എക്സൈറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചു. ഇന്ന് തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം ഇതേ സമയം നമ്മൾ വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റാ ബൈ. സീ യു.